നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനാവില്ലെന്ന് ആരോഗ്യവകുപ്പ്. ലഹരിക്കെതിരെ 1000 ഗോൾ നേട്ടത്തിനായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഷൂട്ടൌട്ട് മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കൊപ്പം നാട്ടുകാരും അണിചേർന്നു. ഷിഗല്ല രോഗബാധ കണ്ടെത്തിയിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതിൽ പ്രതിഷേധവുമായി എഐവൈഎഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിൽ 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനാവില്ലെന്ന് ആരോഗ്യവകുപ്പ്. പാറളം പഞ്ചായത്ത് നിവാസികളായ ഇരട്ടക്കുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ചയാണ് പാറളം പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് അധികൃതർ പുറത്തുവിട്ടത്. ഷിഗല്ല രോഗബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടികൾ. ഇതിനിടെ സുഖം പ്രാപിക്കുകയും ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. അതേസമയം രോഗബാധ, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവുള്ളതായി പാറളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സജി ബാബു പറഞ്ഞു. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വ്യക്തമാക്കി. എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ പുറത്തുവിടാത്തത് ആശങ്കപ്പെടുത്തുന്നതായി നാട്ടുകാരും ആരോപിക്കുകയാണ്. ലഹരിക്കെതിരെ 1000 ഗോൾ നേട്ടത്തിനായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഷൂട്ടൌട്ട് മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കൊപ്പം നാട്ടുകാരും അണിചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ മൈതാനത്താണ് ലഹരി വിരുദ്ധ ദിനത്തിൽ 1000 ഗോളിനായി ഷൂട്ടൌട്ട് മത്സരം ഒരുക്കിയത്. തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 26-ാം തീയതി ഒരു വളരെ പ്രധാന ഒരു ദിവസമാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇന്നത്തെ തീയതി അന്താരാഷ്ട്രീയ ദിവസമാണ്. അഗെയിൻസ്റ്റ് ലഹരിക്കെതിരെ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്. അപ്പോൾ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സക്സസ് ഇത് ഞങ്ങൾക്ക് പോലീസ് ഒറ്റയ്ക്ക് ചെയ്യാമെന്നോ പറ്റുന്നില്ല. ഇതിന്റെ സക്സസ് ആയി നമുക്ക് വേണമെങ്കിൽ എല്ലാ മെമ്പേഴ്സ്, നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം, എല്ലാ വിഭാഗിന്റെ സപ്പോർട്ട് വേണം, എല്ലാ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് വേണം, എല്ലാവർക്കും സപ്പോർട്ട് വേണം. പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഈ ചേർപ്പ് പഞ്ചായത്തിൽ നിന്ന് ഈ ഇന്റർനാഷണൽ ദിവസം ഇന്നത്തെ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്ത് വളരെ സന്തോഷമുണ്ട്. സോ പോലീസിന് ഡെഫിനറ്റ്ലി കൂടുതൽ കേസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഡ്രഗ് ഫ്രീ ചെയ്യാൻ എല്ലാ നാട്ടുകാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് വളരെ ആവശ്യമാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ, ചേർപ്പ് AU MV സുനിൽകുമാർ, സെക്രട്ടറി AV മുംതാസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ, ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷിഗല്ല രോഗബാധ കണ്ടെത്തിയിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതിൽ പ്രതിഷേധവുമായി എഐവൈഎഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടും രോഗവിവരങ്ങൾ മറച്ചുവെക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതുമാണ് എഐവൈഎഫ് പ്രതിഷേധത്തിന് കാരണമായത്. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അനവധി കോളനികളുള്ള നാടാണ് ഈ പാറളം ഗ്രാമപഞ്ചായത്ത്. 3 സെന്റ് 4 സെന്റ് ഭൂമിയിൽ തിങ്ങിപ്പാർക്കുന്ന 36ഓളം
കോളനികളുണ്ട് ഈ നാടിന്റെ മുമ്പിൽ. ആ കോളനികളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് ജീവിക്കുന്നത്. ആ മനുഷ്യർക്ക് ഈ വർഷക്കാലത്ത് ഈ പനി വ്യാപകമായി പടരാതിരിക്കാൻ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? അതൊരു രാഷ്ട്രീയത്തിന്റെ വിഷയമാണ്. BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊറോണയ്ക്കെതിരെ ഒരു നടപടിയും ഈ രാജ്യത്ത് സ്വീകരിച്ചില്ല. BJP ഭരിക്കുന്ന പാർലമെന്റ് പഞ്ചായത്ത് ഈ ഷിഗല്ല പനി ഈ കോടന്നൂരിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJPയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അറിയാം. ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയല്ല അനിതാ പ്രസന്നൻ എന്ന BJPയുടെ നേതാവ് പാർലമെന്റ് പഞ്ചായത്തിൽ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. നറുക്കെടുപ്പിന്റെ പിൻബലത്തിൽ 6-6 എന്ന് പറയുന്ന UDFന്റെയും BJPയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, നറുക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന അനിതാ പ്രസന്നൻ എന്ന BJPയുടെ നേതാവ് ഒന്നോർത്തുകൊള്ളുക, നിങ്ങൾക്ക് പഞ്ചായത്ത് ഭരിക്കാനുള്ള ബഹുഭൂരിപക്ഷം ഈ നാട്ടിലെ ജനത നൽകിയിട്ടില്ല. 7500ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് CPI നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. AIYF മേഖലാ പ്രസിഡന്റ് വിഷ്ണു വിനീത് അധ്യക്ഷനായി. AIYF മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് ശങ്കർ, CPI നേതാക്കളായ M നാരായണദാസ്, സുഭാഷ് മാറാത്ത, PB ഷാജൻ, AC അനിൽകുമാർ, CM ഷക്കീർ, വനജ രാജൻ പൂവത്തിങ്കൽ, AIYF മേഖലാ സെക്രട്ടറി ഹരീഷ് തേലപ്പുറത്ത്, സുജിത് ശിവൻ എന്നിവർ സംസാരിച്ചു. KS സുഭാഷ് കുമാർ, അജീഷ് തോപ്പിൽ, ജിനീഷ് കണ്ണാറ എന്നിവർ പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തർ പ്രതിഷ്ഠാദിന ആഘോഷത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ, തുടർന്ന് നിർമ്മാല്യ ദർശനം, ധാര, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പഞ്ചഗവ്യം, നവകം എന്നിവ നടന്നു. ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് നടന്നു. കാച്ചാംകുറിച്ചി രാമൻകുട്ടിമാരാർ നയിച്ച എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി. രാവിലെ 11 മണിയോടെ ഭക്തർക്കായി പ്രസാദ ഊട്ട് വിതരണം നടത്തി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, തുടർന്ന് അത്താഴ പൂജയും നടന്നു. ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി സുനിൽകുമാർ പണിക്കശ്ശേരി, മറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ ദിനത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. ചേർപ്പ് പഞ്ചായത്ത് ഭോജന ഹാളിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് 26ന്റെ പ്രധാന ലക്ഷ്യം. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല, അത് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ, പോലീസ്, എക്സൈസ് തുടങ്ങിയ ഏജൻസികൾ വളരെ ശക്തമായിട്ട് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തിയുടെ ഭാഗമായിട്ട് ധാരാളം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പോലീസിന്റെ തൂഫാൻ പദ്ധതിയിലുമായിട്ട് ഞങ്ങൾ എക്സൈസ് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് മാത്രമായിട്ട് ഓപ്പറേഷൻ തണ്ടർ എന്ന് പറഞ്ഞൊരു പദ്ധതിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരികയാണ്. അതിൽ തന്നെ സംസ്ഥാന തലത്തിൽ ധാരാളം നല്ല കേസുകൾ ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ധാരാളം പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. ചേർപ്പ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഓരോരുത്തരും തൂഫാന്റെ പോരാളികളായി മാറണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് എല്ലാവരും ആ പോരാളികളാവുകയും ആ പോരാളികൾ അല്ലെങ്കിൽ ആ വാരിയേഴ്സിനെ സഹായിക്കുകയും ചെയ്യുന്നതിന്റെ കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ അവന്റെ
പോക്കും വരവും എല്ലാം കൃത്യമായി അറിയുന്നത് അവന്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയും തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ ടീച്ചർമാരും. അതുകൊണ്ടാണ് ടീച്ചർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്കൂളുകളിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിലൂടെ നമ്മുടെ ഓപ്പറേഷൻസ് പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് ലഹരി വിരുദ്ധ ഓപ്പറേഷൻസ് നടത്തി അത് വിജയകരമായി മുന്നോട്ട് പോകുന്നതിനും സാധിച്ചിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രിസ്റ്റീന, 3ാം വാർഡ് മെമ്പർ എൽവിയ ദേവസി എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, ഡോക്ടറേറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി എന്നിവർക്ക് ചടങ്ങിൽ ആദരം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. ഫിസിക്സ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ NS സുജിത് ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ സന്ദേശം നൽകി. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ, സ്റ്റാർലിൻ ഷിൻഡോ, ഡെബിൻ ഫ്രാൻസിസ്, ആൻഡോ പെരുമ്പിള്ളി, ND ദിവ്യ, പ്രധാന അധ്യാപിക ജെൻസി ജോസ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബി ബെൻസ് എന്നിവർ സംസാരിച്ചു. പാറളം പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മരണാനന്തര ധനസഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പാറളം പ്രവാസി കൂട്ടായ്മയിലെ സജീവൻ മുളങ്ങലിന്റെ കുടുംബത്തിനാണ് മരണാനന്തര ധനസഹായം കൈമാറിയത്. പാറളം പ്രവാസി കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകനും എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു സജീവൻ മുളങ്ങിൽ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ വസതിയിലാണ് മരണാനന്തര ധനസഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചത്. മരണാനന്തര ധനസഹായമായ 2 ലക്ഷം രൂപ സജീവന്റെ ഭാര്യ സജിത ഏറ്റുവാങ്ങി. കഴിഞ്ഞ അധ്യയന വർഷം പാറളം പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പാറളം പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് AC ഇഗ്നേഷ്യസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനീഷ് കൊച്ചത്ത്, ഷിബു മുളങ്ങൽ, ഷാബു സന്തോഷ്, സുനിൽ കുമാർ, അംഗങ്ങളായ വിൽസൺ ജോസ്, ഷെമീർ എന്നിവർ പങ്കെടുത്തു. പാറളം പഞ്ചായത്തിലെ 400ഓളം പ്രവാസികളിൽ 180 പേരാണ് പാറളം പ്രവാസി കൂട്ടായ്മയിൽ ഉള്ളത്. പ്രവാസി കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷം 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സജീവേട്ടൻ. എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. പുള്ളി നമ്മളെ ഒന്ന് വിട്ടുപിരിഞ്ഞ് പോയി. ആൾക്ക് നമ്മുടെ സംഘടന ഒരു മരണപ്പെട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ മരണത്തിന് കൈമാറേണ്ടി വന്നപ്പോൾ അപ്പോൾ നമ്മൾ അവരുടെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്ന് നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ കൂട്ടായ്മയ്ക്ക് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനായാലും അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക്. എന്തായാലും അത് നമ്മുടെ ഒരു സംഘടനയുടെ ഒരു നയമാണ്. നമ്മൾ ഒരു ചെറിയൊരു ഫണ്ട് അവർക്ക് കൈമാറുന്നുണ്ട്. ആ ഫണ്ട് നമ്മളിന്ന് കൈമാറി. അതുപോലെ തന്നെ അവരുടെ മകൻ +2 പാസ്സായതിൻ്റെ ഒരു മൂവ്മെൻ്റ് കൈമാറി. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമായിരുന്നു മെറിറ്റ് ഡേ. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെറിറ്റ് ഡേ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തൃശൂർ റേഞ്ച് DYSP PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനത്തെ ഒരു മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സംഘാടകരെല്ലാവരും ഉണ്ട്. കുറച്ച് കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അതിന് ശേഷമാണ് എത്തിയത്. പാരൻസ് ഉള്ളത് അതിനേക്കാളേറെ സന്തോഷം. കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ളത്. ബാക്കി എല്ലാവരും പതുക്കെ എത്തി. എല്ലാവരും നിറഞ്ഞു. ഇപ്പോൾ എൻ്റെയും മനസ്സ് നിറഞ്ഞു. യെസ്, കുഞ്ഞുങ്ങളൊക്കെ സ്റ്റഡീസിനെ സീരിയസ് ആയി കാണുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടെ കാണുന്നു എന്നുള്ളത് അതിനേക്കാളേറെ സന്തോഷം അവരുടെയൊക്കെ കൈപ്പിടിച്ചെത്തിയിരിക്കുന്ന കുറച്ച് പേരൻസിനെ കാണുമ്പോഴാണ്. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ നിങ്ങളിലാണ്. അതായത്
എല്ലാം തിരിഞ്ഞു മറഞ്ഞു കിടക്കുകയാണ് എന്ന് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ്, ഡെയിലി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസ്, അതിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും പത്രത്തിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ പിടിക്കും, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ച് വന്നിട്ടുള്ള പാരൻസ് ആണ് ഇവിടെയുള്ളത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ അധ്യക്ഷയായി. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല പാരൻസും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പാരൻസിനോടും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും എത്രയൊക്കെ തിരക്കുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് സമയം തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ കണ്ടെത്തണം. പുറത്തു നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ പോലും നമുക്കിന്ന് എല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ സംവിധാനം കൊണ്ട് വീഡിയോ കോൾ വിളിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പം അതിനുള്ള സമയം കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും പാരൻസ് ആണ്. നമ്മൾ പുറത്ത് കുട്ടികളെ കൊണ്ടുപോയി അവരാക്കി അവർ പഠിച്ചോളും, അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് ദയവ് ചെയ്ത് കരുതരുത്. ബിക്കോസ് ഇന്നത്തെ ലോകം മഹാപകടമാണ്. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത, പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, പ്രദീപ് പാണപ്പറമ്പിൽ, മിനി വിനയൻ, പാറളം പഞ്ചായത്ത് അംഗങ്ങളായ പ്രണീത സഹിൽ, ബിന്ദു, ഡാലി ബിനോയ്, സുധ അനിലൻ, രാധാകൃഷ്ണൻ കടുപ്പിടി, കെ ആർ അനൂപ്, റിൻസി ഷാബു, റോസ്മേരി അബേഷ്, ഇ ആർ ജിഷ്രാജ്, സി എം ഷക്കീർ, നിഖിൽ പള്ളിപ്പുറം, ഓമന മങ്ങാടൻ എന്നിവർ സംസാരിച്ചു. വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. മികച്ച ഡയാലിസിസ് സഹായ പ്രവർത്തനത്തിലുള്ള അംഗീകാര നിറവിൽ ചൊവ്വൂർ YMCA നാഷണൽ കൗൺസിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് ചൊവ്വൂർ YMCAക്ക് ലഭിച്ചത്. ആലുവയിൽ നടന്ന YMCA പ്ലാനിംഗ് ഫോറം കൺവെൻഷനിലാണ് അവാർഡ് സമർപ്പണം നടന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവാർഡ് സമർപ്പണം നിർവഹിച്ചു. ചൊവ്വൂർ YMCA പ്രസിഡന്റ് ജോബി ജോർജ്, സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ പോൾസൺ മാറോക്കി എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫ് സംഘം വിവിധ ഭാഗങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 323 ഗ്രാം MDMA പിടികൂടി. കേസിൽ 2 സ്ത്രീകളടക്കം 4 പേർ അറസ്റ്റിൽ. തൃശൂർ ജില്ലാ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 4 പ്രതികൾ അറസ്റ്റിലായത്. ഗുരുവായൂർ പാവറട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ സ്ത്രീകളിൽ ഒരാളുടെ ശരീരത്തിൽ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു 2 ഗ്രാം MDMA. രഹസ്യ വിവരത്തെ തുടർന്ന് പീച്ചി വാണിയമ്പാറയിൽ ഡാൻസ് ഓഫ് നടത്തിയ വാഹന പരിശോധനയിലാണ് MDMA കണ്ടെടുത്തത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയായ ഷിഫാസിന്റെ കാക്കശ്ശേരിയിലെ വീട്ടിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് 20 ഗ്രാം MDMA കണ്ടെടുത്തു. തുടർന്ന് ഗുരുവായൂർ പഞ്ചാരമുക്കിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നടന്ന പരിശോധനയിൽ 300 ഗ്രാം MDMA കൂടി പിടിച്ചെടുക്കുകയായിരുന്നു. പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി സ്വദേശി പരേതനായ തേലൂർ വീട്ടിൽ ശങ്കരൻ നായർ ഭാര്യ ചേമ്പാല കാർത്തിയാനിയമ്മ നിര്യാതയായി. 103 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പത്മാവതി ശങ്കരൻകുട്ടി, കുമാരി, വിജയൻ, സുമതി, ഗിരിജ, ശശി എന്നിവർ മക്കളും, ശ്രീധരൻ നായർ, രാധ, കരുണാകരൻ, ജയന്തി, ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, ഹേമ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനാവില്ലെന്ന് ആരോഗ്യവകുപ്പ്.
ലഹരിക്കെതിരെ 1000 ഗോൾ നേട്ടത്തിനായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ഷൂട്ടൌട്ട് മത്സരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കൊപ്പം നാട്ടുകാരും അണിചേർന്നു. ഷിഗല്ല രോഗബാധ കണ്ടെത്തിയിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തതിൽ പ്രതിഷേധവുമായി എഐവൈഎഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.